ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടാർഗറ്റർ. അപ്പോൾ നമ്മളെ ഈവനിങ് ഫ്രോഗാസ്റ്റ് ഇറങ്ങിയിട്ട് ഇതേ നമ്മുടെ സ്പിന്നിങ് കോമ്പോയിട്ടാണ് ഇറങ്ങിക്കണേ. അപ്പോൾ അതൊന്നല്ല ഇന്ന് കാണിക്കാനുള്ള സാധനം ഇതേ നമ്മുടെ ബ്രാവോടെ ജാങ്കോ റെഡ് കളറാണ്. ചെറിയ ഫ്രോഗ് കണ്ടോ, അവൻ്റെ സൈസ് ഭയങ്കര ചെറുതാണ്. നമുക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ളൂ സാധനം കയ്യിൽ. റെഡ് കളർ ഒരു 4 സെൻറ്റിമീറ്റർ നമ്മുടെ ഫ്രോഗിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളൂ. സാധനം ചെറുതാണ്, പക്ഷെ ഇന്ന് നമ്മൾ ഇത് മടിച്ച് കയറ്റിയേക്കണ സാധനം നമ്മുടെ സീസണിലെ വൺ ഓഫ് ദ ഹെവി ക്യാച്ചാണ്. ഇതല്ല, ഇത് രണ്ടും വേറെ. അതുമ്പോൾ തന്നെ നമ്മുടെ ജാങ്കോമ്പോൾ തന്നെ കിട്ടിയതാണ്. ഇത് പോരാണ്ട് നമുക്കിന്ന് കിട്ടിയ മീനാണ്. എടുക്കണണ്ട നമ്മുടെ ബ്രാവോടെ ജാങ്കോമ്പോൾ കിട്ടിയേക്കണണ്ട ഈ സാധനം ഹെവി. നമ്മുടെ സീസണിലെ വൺ ഓഫ് ദ ഹെവി ക്യാച്ചാണ്. ഏകദേശം ഇത്രയുണ്ട് നമ്മുടെ ബ്രാലിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇതിൻ്റെ ഒപ്പം ഇട്ട് കാണിച്ചു തരാം. കണ്ട, ഇത് കാണില്ലേ കണ്ട, തേങ്ങ തമ്മിലൊക്കെ എടുക്കുമ്പോഴുള്ള വ്യത്യാസം നോക്കിയാൽ ആനയെ ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമില്ലേ. വട്ടം പിടിച്ചാൽ നമുക്ക് എത്തൂല. മാതിരി സാധനമാണ് നമ്മൾ ഇന്ന് നമ്മുടെ പ്രാവോടെ ജാങ്കോ മടിച്ചേക്കണേ. അപ്പോൾ സാധനം ചെറുതാണെങ്കിലും അവൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. നമുക്ക് ഇനി നമ്മുടെ ലൂർ ബോക്സിൽ മെസ്സി എന്നറിയപ്പെടുവൻ. നമ്മുടെ മെസ്സിനെ പോലെ ആൾ ചെറുതാണെങ്കിലും പെർഫോമൻസ് ഹെവി, നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് സീസണിൽ വൺ ഓഫ് ദ അടിപൊളി ക്യാച്ച് അവനാണ് നമുക്ക് തന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൂക്കം എത്ര ഉണ്ട് നമുക്ക് ലൈവായിട്ട് തൂക്കി നോക്കാം കേട്ടോ. അവർക്ക് എടുക്കുമോയെന്നറിയില്ല, നോക്കാം. അവർക്ക് എടുക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് ലിപ്പർ ഇട്ട് തൂക്കി നോക്കാം. ലിപ്പറിൻ്റെ വെയിറ്റ് കുറയ്ക്കാം. ഇതണ്ട നമ്മളെ തൂക്കം വരുന്നത് കണ്ടാ, നല്ലൊരു അടിപൊളി ഹെവി സൈസ് അല്ലേ. അപ്പം ഇങ്ങനെ സെറ്റല്ലേ കാര്യങ്ങൾ. അപ്പം അവൻ ചാടും, അതിന് മുന്നേ അവിടെ വയ്ക്കട്ടെ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫ്രോഗ് നോക്കി വെച്ചോ. ബ്രാവോടെ ജാങ്കോ ആൾ ചെറുതാണെങ്കിലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം കേട്ടോ.